Hi dear friends, എന്തുണ്ട് വിശേഷം? സുഖമല്ലെല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ മിന്നാന്നത്തെ പോലെ തന്നെ നോമ്പ് 3ന്റെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ വീട്ടിലെ. അപ്പോൾ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളായാലും അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസിന് നല്ല റെസ്പോൺസാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു നല്ല വാക്ക്, ഒരു ലൈക്ക്, ഒരു ചെറിയൊരു കമൻറ്റ്, അപ്പോൾ അതിനൊക്കെ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും, വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ വലിയൊരു താങ്ക്സ് തന്നെ പറയാമെന്ന് ആദ്യം തന്നെ. അതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് ഒരു ചെറിയ റിക്വസ്റ്റും കൂടി ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട പഫ്സാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നത് 5 കിലോ മൈദയൊക്കെ വാങ്ങുമ്പോൾ തന്നെ വിചാരിച്ച ഒരു പ്രാവശ്യം പഫ്സ് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ല മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ 10 മുട്ടയാണ് ഞാൻ വെച്ചിട്ടുള്ളത് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇനി മൈദ അരിച്ചെടുക്കാം. അപ്പോൾ മൈദ ഇങ്ങനെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ത് പൊടിയായാലും ഇങ്ങനെ അരിച്ചിട്ടാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇവിടെ 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 20 പഫ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പിലധികം മൈദ എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ പൊടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതിന് പകരം ശരിക്കും ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ബട്ടർ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു മുട്ട. ഇനി ഇത് നല്ലോണം കുഴച്ച് കൊടുക്കുക കൈ കൊണ്ട്. അപ്പോൾ ശരിക്കും മിക്സ് ആകുന്ന രീതിയിൽ നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുഴക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്നതിലാണ് നമ്മുടെ പഫ്സ് നല്ല സോഫ്റ്റായി വരുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്, എന്നാലേ നമുക്ക് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടൊരു പഫ്സാണിത്. നമ്മൾ ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലും ക്രിസ്പിയിലും ഒക്കെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നൊരു പഫ്സാണിത്. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുന്ന ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു മടിയാണ്. അപ്പോൾ നോമ്പ് തുടങ്ങിയാലേ വിചാരിക്കുന്നുണ്ട് ആക്കണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് ഒത്തു കിട്ടിയത് സമയം. അപ്പോൾ ഞാൻ കുഴച്ച് വെച്ച് മാവ് 2ആയിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട്, 2 ഉണ്ടയാക്കിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം പരത്തിയെടുക്കാമല്ലോ ഓരോന്നായിട്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ഉണ്ട ഞാനിവിടെ പരത്തിയെടുക്കുകയെന്ന്. ഇതെങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കുക ഷീറ്റായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് പൊടിയിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഘീ ആക്കി കൊടുക്കണം. അപ്പോൾ ബട്ടർ ആക്കി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ, പക്ഷെ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, അപ്പോൾ നെയ്യും വാരി തേക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2ആയി മടക്കി പിന്നെ ഒന്ന് സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും ബട്ടറോ ഘീയോ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. പിന്നെ അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി വിതറി കൊടുക്കാം, മൈദപ്പൊടി. പിന്നെ ഇതേ വീഡിയോയിൽ കാണും പോലെ ചെറിയ ചെറിയ മടക്കാക്കി ഒന്നുള്ളിലേക്ക് മടക്കി കൊടുക്കാം. അതിന് പിന്നെയും ഒന്ന് മടക്കി കൊടുക്കുക 2ആയിട്ട് വീഡിയോയിൽ കാണും പോലെ. ഇനി അത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു ഉണ്ടയും കൂടി മാറ്റി വെച്ചതില്ലേ, അതിനും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പഫ്സിൻ്റെ 2 ഷീറ്റ് മടക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വെച്ച് ഏകദേശം 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. മസാല നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾ നമുക്ക് ആവശ്യമില്ല. ഉള്ളി ഒരു 4-5 മീഡിയം സൈസ് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. പിന്നെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ഇതാ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ മസാല ആക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇതെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുക ചെയ്തത്. ഉള്ളി, ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില.
അപ്പോൾ ചില ആൾ പച്ചമുളക് ഇടാറില്ല. ഞാനിവിടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്പൈസിയാണ് നമുക്കെല്ലാം ഇഷ്ടം. ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇതാ: മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയും മസാല പഫ്സിന് ആവശ്യമുള്ളൂ. പിന്നെ മുട്ട ഞാൻ നേരത്തെ പൊങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം, നേരത്തെ വെച്ച 2 ഷീറ്റും. അപ്പോൾ ഇതൊന്നെടുത്ത് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല അതിന് ബട്ടർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. ബട്ടർ എൻ്റെ കയ്യിലില്ല. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ബട്ടർ തന്നെ കൂട്ടി ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ ഇതിനിതാ നല്ല ഷീറ്റാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാമല്ലോ പഫ്സിൻ്റെ ഷീറ്റ് എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് പരത്തിയെടുത്തിട്ട് അരികെല്ലൊന്ന് കട്ട് ചെയ്ത്, നമുക്ക് സ്ക്വയർ ആയിട്ടാണല്ലോ വേണ്ടത് പഫ്സിന്. അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കാം നമുക്ക്. പിന്നെ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഈ ഉള്ളി മസാല ആദ്യം അതിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട പകുതിയായിട്ട് മുറിച്ചത് ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഓരോ ഷീറ്റും ഇങ്ങനത്തെ കോണോട് കോണ് ചേർത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിത് എന്താ പറയേണ്ടത്, മൈദയൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റേതൊരു ആവശ്യമില്ല. ഇത് നല്ല സൂപ്പറായിട്ട് ഒട്ടിക്കോളും. ഇങ്ങനെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അങ്ങനെ എല്ലാ പഫ്സിനും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ മൈദമാവിൻ്റെ ഒരു ഭാഗം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച ഉണ്ടയും കൂടി അതേ രീതിയിൽ ഒന്ന് പരത്തിയെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ മുട്ടയും മസാലയും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ പഫ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ്റെ ട്രേയിൽ ഫോയിൽ വിരിച്ച് അതിലൊന്ന് എണ്ണ തടവി കൊടുത്ത് ഇതെല്ലാം ഒന്ന് ഇങ്ങനെ നിരത്തി വെക്കാം. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്. ഫൈനൽ സ്റ്റെപ്പ്, നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊരു മുട്ടേൻ്റെ കോട്ടിങ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണാറില്ല ഈ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങിയത്, അതിൻ്റെ മുകളിൽ നല്ല ഗോൾഡൻ കളറും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ആ ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ 30 മിനിറ്റ് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് 200 ഡിഗ്രിയിൽ. പിന്നെ നമുക്കറിയാമല്ലോ ഈ പഫ്സ് എന്ന് പറയുന്നത് കുറച്ച് വേവുള്ള തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുക്കും. കറക്റ്റ് 30 മിനിറ്റ് എടുക്കും. പിന്നെ നമുക്ക് ഓവനില്ലെങ്കിൽ ഇങ്ങനെ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുക്കറിലും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ കുക്കർ വിസിലില്ലാണ്ട് അടച്ചു വെക്കുക. കുറച്ച് എണ്ണ മാത്രം അടിയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് വിസിലില്ലാണ്ടാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ച് കൂട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ മുട്ട പഫ്സെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഫ്രൂട്ട്സ് മുറിക്കാൻ വേണ്ടി ഇതാ മോളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ ആണോന്ന് അറിയില്ല, ഒരു വ്യൂവർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു മോൾക്ക് എന്തെങ്കിലും ഡ്യൂട്ടി കൊടുക്കാമല്ലോ. അപ്പോൾ മോളെപ്പോഴും പറയും. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് നിമിഷം കിച്ചണിൽ കയറുന്നതുകൊണ്ടാണ് മക്കൾക്കും ഹസ്ബൻഡിനും ഒന്നും പണി കൊടുക്കാത്തത്. നമുക്കാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞ് ഇറങ്ങാമല്ലോ. അവരാകുമ്പോൾ നമ്മളെക്കാൾ ഡബിൾ ടൈം എടുക്കും. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ നോമ്പ് മുറിയാൻ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ നോമ്പ് മുറിക്ക് ഇതാ പഫ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. നോമ്പ് മുറിയെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡ് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ചായ ഇടാൻ. അപ്പോൾ ചായപ്പൊടി ഇട്ട് ഞാൻ വീഡിയോ എടുക്കായിരുന്നു. ഇങ്ങനെ നോക്കി നിൽക്കുമ്പം തന്നെ പതച്ച് മറിഞ്ഞു. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ചായയും കുടിച്ച് ബാക്കിയുള്ള പഫ്സും കൂടി അപ്പം തന്നെ കാലിയാക്കി എല്ലാവരും കൂടി. അപ്പോൾ ഇത് ഉപ്പാനെ പിടിച്ചിരുത്തിയിട്ട് മോന് ഇങ്ങനെ കളിക്കുന്നു. അപ്പോൾ മോന് ഭയങ്കര പരാതിയാണ്. കാരണം നോമ്പ് മുറിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കിച്ചണിൽ ബിസി ആയിരിക്കും, മോൾ ഓതുന്ന ബിസി ആയിരിക്കും. അപ്പോൾ ഇന്ന് അവൻ പിടിച്ചിരുത്തിയിട്ടാണുള്ളത് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്ന് നെയ്ച്ചോറാക്കാമെന്നാണ് വിചാരിച്ചത്. നെയ്ച്ചോറും പിന്നെ ഇതാ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മുടെ ചിക്കൻ കറി. നോമ്പിന് നെയ്ച്ചോറും ബിരിയാണിയും അങ്ങനെ ആരും ആക്കലുമില്ല. പിന്നെ വലിയ ചിലവില്ലാത്ത സാധനമാണ്. പിന്നെ ദോശയോ പത്തലോ അങ്ങനെയല്ലേ ആവുള്ളൂ. പിന്നെ ഇന്ന് ഏതായാലും ഒരു ചെറിയൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നെയ്ച്ചോറ് പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യുമല്ലോ. പിന്നെ ചിക്കൻ കറി, അത് ഞാൻ സാധാ ചിക്കൻ കറിയാണ് വെക്കുന്നത്, മുളക് കറി. അപ്പോൾ തേങ്ങക്കറിയാണ് സാധാരണ ആക്കില്ല. അപ്പോൾ ഇന്ന് ഏതായാലും തേങ്ങ ചേർക്കാനും പാലെടുക്കാനൊന്നും നിൽക്കുന്നില്ല. എളുപ്പത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മുളക് കറിയാണ് ആക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട്.
അങ്ങനെ അൽഹംദുലില്ലാ ഫുഡെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ചായൻ്റെ കടിയെല്ലാം ഫിനിഷായി. അപ്പോൾ അത്താഴത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ബാക്കി ഞാൻ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിതാ കുറച്ച് ബ്രെഡും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ സാൻഡ്വിച്ച് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ എഗ് വാഷ് ചെയ്തിട്ട് ബാക്കിയുണ്ടായ മുട്ട ഉണ്ടായിരുന്നു പഫ്സിൻ്റെ മുകളിൽ. അപ്പോൾ അത് പിന്നെ വെറുതെ അങ്ങ് ബാക്കിയാവലായിരിക്കും. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ പുറത്തെല്ലാം തടവി കൊടുത്തു. അപ്പോൾ ഇന്നലെ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ മസാലയെല്ലാം കറക്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ബാക്കി വന്നത് ഞാൻ കുറച്ച് ഫോയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ ലെഫ്റ്റ് ഓവർ വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ നോമ്പ് നോക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അത്താഴം മുടക്കരുതെന്നാണ് പറയുന്നത്. കാരണം അത്താഴത്തിൽ ബർക്കത്തുണ്ട്. നമ്മൾ എന്താണെങ്കിലും നമ്മളെ വീട്ടിലുള്ളത് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു കഷ്ണമാണെങ്കിൽ പോലും അത്താഴം കഴിക്കണത് മുടക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ സാൻഡ്വിച്ചെല്ലാം എടുത്തൊരു ബോക്സിലാക്കി വെക്കുകയും തണിഞ്ഞ ശേഷം. അപ്പോൾ പണ്ടൊക്കെ ഉമ്മ ഇങ്ങനെയായിരുന്നു. നമ്മൾ നോമ്പ് മുറിക്കുമ്പോൾ ഉണ്ടായ ചായയുടെ കടി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഉമ്മ ഇങ്ങനെ ബോക്സിലാക്കി എവിടെയെങ്കിലും ഒളിപ്പിക്കും. കാരണം ചായൻ്റെ കടി പെട്ടെന്ന് തന്നെ തീരും. പിന്നെ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പെട്ടെന്ന് തീർക്കും. അപ്പോൾ ഉമ്മ ഒരു ബോക്സിലാക്കി എവിടെയെങ്കിലും ഒളിപ്പിക്കും. ചെറിയ കിച്ചൺ നമ്മളെ വീട്ടിലാണെങ്കിൽ എത്ര തപ്പിയാലും അത് കിട്ടില്ല പണ്ട് മുതലേ. അപ്പോൾ അത്താഴത്തിന് കറക്റ്റ് അത് ഉമ്മ എടുത്ത് തരുകയും ചെയ്യും. ഇനിയൊരു കുഞ്ഞിപ്പണിയും കൂടി ഇതാ കണ്ടില്ല. നമ്മുടെ വീടിൻ്റെ എന്താ പറയുക സ്റ്റെപ്പ് ഇറങ്ങുന്ന അവിടെ തന്നെയുള്ളൊരു സ്പേസാണിത്. അപ്പോൾ അവിടെ മണ്ണെല്ലിട്ട് ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളതാണ്. പിന്നെ അപ്പോൾ എൻ്റെ നെയ്ബർ ഫാത്തിമാൻ്റെ സ്പേസാണിത്. അപ്പോൾ നമ്മളിവിടെ ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. തൽക്കാലം ഇത് കുറച്ച് ചീരൻ്റെ വിത്തൊക്കെ നടുന്നുണ്ട്. അപ്പോൾ രാവിലെ നല്ല ചൂടാണ് ഉച്ചക്കൊക്കെ. അപ്പോൾ രാത്രിയാണ് ഇതിന് സമയം കിട്ടൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.